ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 21 അധ്യായം. മൈത്രേയ ഉവാച. മൗക്തികൈ കുസുമസ്രഗ്ഭിർദൂകുലൈ സ്വർണതോരണൈഃ മഹാസുരഭിർധൂപൈർ മണ്ഡിതം തത്ര തത്ര വൈ ചന്ദ്രനാഗരുദോയാർദ്ര രഥ്യാ ചത്വരമാർഗവത് പുഷ്പാക്ഷതബലൈ തോഗ്മൈ ലാജൈരർച്ചിർവിരർച്ചിതം സവൃന്ദൈ കദളീസ്തംഭൈഃ പൂഗപോദൈ പരിഷ്കൃതം തരുപല്ലവമാലാഭി സർവദഃ സമലങ്കൃതം. മൈത്രേയർ പറഞ്ഞു, ഭഗവാൻ മറഞ്ഞ ശേഷം പൃഥു സ്വരാജ്യത്തേക്ക് വന്നുവെന്ന് പൂർവാധ്യായത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചതിനെ തുടർന്നുകൊണ്ട് രാജാവിൻ്റെ എഴുന്നള്ളത്തിന് പ്രജകൾ ചെയ്ത പരിശ്രമങ്ങളെയും രാജഭക്തിയെ പ്രകാശിപ്പിക്കുവാനായി പട്ടണത്തെ അലങ്കരിച്ചതിനെയും വിവരിക്കുന്നു. പട്ടണത്തിൽ അവിടവിടെ മുത്തുമാലകൾ, പൂമാലകൾ, പട്ടുവസ്ത്രങ്ങൾ, സ്വർണ്ണത്തോരണങ്ങൾ എന്നിവ കെട്ടി അലങ്കരിച്ചിരുന്നു. ഏറ്റവും സൗരഭ്യം പുറപ്പെടുവിക്കുന്ന ചന്ദനത്തിരി മുതലായ സുഗന്ധദ്രവ്യങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പുകയുടെ വ്യാപ്തി നിമിത്തം ഏതു ഭാഗത്തും വാസന നിറഞ്ഞിരുന്നു. ചന്ദനം, അകിൽ മുതലായ സുഗന്ധദ്രവ്യങ്ങൾ അരച്ചു കലക്കിയ ജലം തെളിച്ച രാജവീഥി സാധാരണ ജനസഞ്ചാരമുള്ള പാത മുതലായവയിൽ ധൂളി പറക്കാതെ കുളിർമ ജനിപ്പിക്കുവാൻ തക്കവിധം നനച്ചിരുന്നു. പുഷ്പങ്ങൾ, അക്ഷതങ്ങൾ, മുളപ്പിച്ച ധാന്യങ്ങൾ, മലരുകൾ, ഭദ്രദീപങ്ങൾ എന്നിവ ഗൃഹങ്ങളുടെ മുൻഭാഗങ്ങളിൽ വെച്ച് രാജാവിൻ്റെ മംഗളത്തിനായിട്ട് ഭഗവാനെ ആരാധിച്ചിരുന്നു. കുലകളും പുഷ്പങ്ങളുമുള്ള വാഴകളും കവുങ്ങുകളും കെട്ടി വീഥികളെ അലങ്കരിച്ചിരുന്നു. മാവിൻ തളിർ, പുഷ്പങ്ങൾ മുതലായവ ചേർത്ത് കോർത്തുണ്ടാക്കിയ തോരണങ്ങളെ ഉയർത്തിക്കെട്ടിയിരുന്നു. ഈ വിധം അലങ്കരിച്ചിരുന്ന പട്ടണത്തിൽ രാജാവും അകമ്പടിക്കാരും പ്രവേശിച്ചു. പ്രജാസ്തം ദീപബലിഭി സംഭൃതാശേഷമംഗളൈഃ അഭീയുർമൃഷ്ടകന്യാശ്ച മൃഷ്ടകുണ്ടലമണ്ഡിതാഃ. മംഗളപദാർത്ഥങ്ങളായ കുങ്കുമം, അക്ഷതം, നാളികേരം, പഴം എന്നിവയെ പാത്രങ്ങളിലാക്കി എടുത്തുകൊണ്ടും നീരാജനം ചെയ്യുവാനുള്ള ദീപങ്ങളെയും പൂജാസാധനങ്ങളെയും വഹിച്ചുകൊണ്ടും പ്രജകളും സ്നാനാദികൾ കൊണ്ട് ശരീരശുദ്ധി വരുത്തിയും കുണ്ടലാദികളായ ആഭരണങ്ങൾ ധരിച്ചും ദിവ്യവസ്ത്രങ്ങളെ ഉടുത്തുകൊണ്ടും ശോഭിക്കുന്ന കന്യകമാരും രാജാവിനെ എതിരേറ്റ് ഗമിച്ചു. ശംഖദുന്ദുഭിഘോഷേണ ബ്രഹ്മഘോഷേണ ചർദ്വിജാം വിവേശഭവനം വീരഃ സ്തൂയമാനോ ഗതസ്മയഃ. ശംഖം, ദുന്ദുഭി മുതലായ വാദ്യഘോഷങ്ങളും വേദജ്ഞന്മാരായ ബ്രാഹ്മണർ സ്വരം പിഴയ്ക്കാതെ ഉച്ചരിക്കുന്ന വേദഘോഷങ്ങളും മുഴങ്ങിയിരുന്നു. രാജാവിൻ്റെ മഹിമയെ ജയജയ ശബ്ദത്താൽ പ്രജകൾ വാഴ്ത്തുന്നുണ്ടായിരുന്നു. എങ്കിലും ലേശവും ഗർവോടുകൂടാതെ വീരനായ പൃഥു സ്വഭവനത്തെ പ്രവേശിച്ചു. പൂജിത പൂജയാമാസ തത്ര തത്ര മഹായശാഃ പൗരാൻ ജാനപദാംസ്താംസ്താൻ പ്രീതപ്രിയവരപ്രദഃ. എഴുന്നള്ളുന്ന അവസരത്തിൽ അതാതു സ്ഥാനങ്ങളിൽ സംഘം ചേർന്നുവന്ന് തന്നെ പൂജിച്ച പട്ടണവാസികളിലും ദേശവാസികളിലും പ്രീതിയോടുകൂടെ അവരവരാഗ്രഹിക്കുന്ന രാജ്യപരിഷ്കാര രൂപങ്ങളായ അഭീഷ്ടവരങ്ങളെ മടികൂടാതെ നൽകിയതുകൊണ്ട് രാജാവിൻ്റെ മഹാകീർത്തി എങ്ങും പരന്നിരുന്നു. സ ഏവമാദീന്യനവദ്യചേഷ്ടിതഃ കർമാണി ഭൂയാംസി മഹാൻ മഹത്തമഃ കുർവൻ ശശാസാവനിമണ്ഡലം യശഃ സ്പീതം നിദായാരുരുഹേ പരം പദം. ഹേ വിതുര, സൽഗുണങ്ങൾ തികഞ്ഞവനും ബ്രഹ്മാവാദി ദേവന്മാരാൽ പൂജ്യനുമായ ഭഗവാൻ ശ്രീനാരായണൻ്റെ അംശഭൂതനായതുകൊണ്ട് പരമപൂജ്യനും വേദവിരുദ്ധങ്ങളായ കർമ്മങ്ങളെ ചെയ്യാത്തവനുമായ പൃഥു ഇപ്രകാരമുള്ള അനേകം കർമ്മങ്ങളെ ചെയ്തു. ഭൂമണ്ഡലത്തെ യഥാക്രമം പരിപാലിച്ചുകൊണ്ട് ഉജ്ജ്വലമായ യശസ്സിനെ നിലനിർത്തിയ ശേഷം വൈകുണ്ഠലോകത്തെ പ്രാപിക്കുകയും ചെയ്തു. സൂത ഉവാച. തദാതിരാജസ്യ യശോ വിജൃംഭിതം ഗുണൈരശേഷൈർഗുണവത്സഭാജിതം ക്ഷത്താ മഹാഭാഗവതഃ സദസ്പദേ കൗഷാരവീം പ്രാഹ ഗൃണന്തമർച്ചയൻ. സൂതൻ പറഞ്ഞു, ഹേ ശൗനകമുനെ, സകല ഗുണങ്ങളുടെയും സമ്പൂർത്തി നിമിത്തം ലോകത്തിലുള്ള ഗുണവാന്മാരാൽ ആദരിക്കപ്പെടുന്നതും അധികരിച്ചിരിക്കുന്നതുമായ ആദിരാജാവിൻ്റെ യശസ്സിനെ വർണ്ണിക്കുന്ന മൈത്രേയരെ പൂജിച്ചുകൊണ്ട് മഹാഭക്തനായ വിതുരർ ഇപ്രകാരം പറഞ്ഞു. വിതുര ഉവാച.
സോഭിഷിക്തപൃഥുർവിപ്രൈർ ലബ്ധാശേഷസുരാർഹണഃ ബിഭ്രസ വൈഷ്ണവം തേജോ ബാഹ്വോര്യാഭ്യാം ദുദോഹഗാം. വിതുരർ പറഞ്ഞു, ഹേ ഭഗവൻ, ആ പൃഥുചക്രവർത്തി ഏതൊരു കൈകളാൽ ഗോരൂപത്തെ ധരിച്ച ഭൂമിദേവിയിൽ നിന്ന് അഭീഷ്ട വസ്തുക്കളെ കറന്നെടുത്തുവോ ആ കൈകളിൽ വിഷ്ണു തേജസ്സിനെ വഹിച്ചിരിക്കുന്നവനും അതുനിമിത്തം ബ്രഹ്മാവാദി സകല ദേവന്മാരിൽ നിന്നും ഛത്ര ചാമരാദി രാജചിഹ്നങ്ങളാകുന്ന ഭൂഷണങ്ങളെ ലഭിച്ചിരിക്കുന്നവനും മരീചിയാദികളായ മഹാബ്രാഹ്മണരാൽ ഭൂമിപാലകനായി അഭിഷേകം ചെയ്യപ്പെട്ടവനുമാകുന്നുവല്ലോ. കോന്വസ്യ കീർത്തിം ന ശൃണോത്യഭിജ്ഞോ യദ്വിക്രമോച്ഛിഷ്ടമശേഷഭൂഭാഃ ലോകാസപാല ഉപജീവന്തി കാമമദ്യാപി തന്മേ വദകർമ്മശുദ്ധം. പരാക്രമിയായ അദ്ദേഹത്തിൻ്റെ പൃഥ്വിദോഹനത്തിൽ നിന്ന് സിദ്ധിച്ച ഭോഗ്യവസ്തുക്കളുടെ അവശേഷത്തെ ഇന്നും സകല രാജാക്കന്മാരും ഇന്ദ്രാദി ലോകപാലന്മാരും സകല പ്രാണിവർഗങ്ങളും അനുഭവിച്ച് ജീവിക്കുന്നുവല്ലോ. ഗുണഗ്രാഹിയായ ഏതൊരുവനാണ് അദ്ദേഹത്തിൻ്റെ കീർത്തിയെ കേൾപ്പാൻ ആഗ്രഹിക്കാതിരിക്കുക? അതുകൊണ്ട് ഹേ ഭഗവൻ, പരിശുദ്ധമായ ആ കർമ്മത്തെ എന്നോട് വിസ്തരിച്ചരുൾ ചെയ്യണം. മൈത്രേയ ഉവാച. ഗംഗായമുനയോർനദ്യോരന്തരാക്ഷേത്രമാവസൻ ആരബ്ധാനേവ ബുഭുജേ ഭോഗാൻ പുണ്യജിഹാസയ. മൈത്രേയർ പറഞ്ഞു, ഗംഗ യമുന എന്ന നദികളുടെ മധ്യത്തിലുള്ള ക്ഷേത്രത്തിൽ വസിച്ചിരുന്ന പൃഥുമഹാരാജാവ് മുജ്ജന്മകൃത പുണ്യകർമ്മങ്ങളുടെ ബലമായി സിദ്ധിച്ച ഭോഗങ്ങളെ മാത്രം അനുഭവിച്ചു. സുഖം സമ്പാദിപ്പാനായി കർമ്മങ്ങൾ ചെയ്തില്ല. പ്രാരബ്ധം അനുഭവിച്ചു തന്നെ അവസാനിപ്പിക്കണം. സുഖവും ദുഃഖവും പുണ്യപാപരൂപങ്ങളായ ജന്മാന്തര കർമ്മങ്ങളുടെ ബലമാണ്. അനുഭവം കൊണ്ട് ആ കർമ്മങ്ങൾ അവസാനിക്കുമ്പോൾ പുരുഷൻ മോക്ഷാർഹനായി ഭവിക്കുന്നു. അതിനാൽ പ്രാരബ്ധ പുണ്യകർമ്മ ബലരൂപ സുഖഭോഗങ്ങളെ ആസക്തി കൂടാതെ അനുഭവിച്ചുവെന്ന് സാരം. സുഖത്തിൽ സന്തോഷമോ ദുഃഖത്തിൽ വെറുപ്പോ കൂടാതെ വന്നുചേരുന്ന സുഖദുഃഖങ്ങളെ സമഭാവത്തോടുകൂടെ സ്വീകരിക്കുന്നതിനെയാണ് പ്രാരബ്ധ ബലഭോഗം എന്നു പറയുന്നത്. സർവത്രാസ്കലിതാദേശഃ സപ്തദ്വീപൈകദണ്ഡദൃക് അന്യത്ര ബ്രാഹ്മണകുലാത് അന്യത്രാച്യുതഗോത്രദഃ. 7 ദ്വീപുകളിലും ധർമ്മത്തെ സ്ഥാപിക്കുന്നതിന് അധികാരിയായ പരിപാലകൻ അദ്ദേഹം ഒരുവൻ മാത്രമായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആജ്ഞ എങ്ങും ഒരുപോലെ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടിരുന്നു. എന്നാൽ വേദോക്ത ധർമ്മങ്ങളെ നടത്തുന്ന ബ്രാഹ്മണരിലും ശ്രീനാരായണ ഭക്തന്മാരിലും അദ്ദേഹം ആജ്ഞയെ നടത്തിയിരുന്നില്ല. സ്വതേ തന്നെ അവർ ലോകഹിതകാരികളായതുകൊണ്ട് രാജാജ്ഞ അവരിൽ പ്രവേശിക്കേണ്ടതായ ആവശ്യമുണ്ടായിരുന്നില്ല. ഏകദാസീൻ മഹാസത്ര ദീക്ഷ തത്ര ദിവൗകസാം സമാജോ ബ്രഹ്മർഷീണാം ച രാജർഷീണാം ച സത്തമ. ഏറ്റവും ശുഭാചാരയുക്തനായ വിതുര ഒരിക്കൽ രാജാവായ പൃഥു മഹത്തായ ഒരു യാഗത്തിനായി ദീക്ഷിച്ചു. അവിടെ സ്വർലോകവാസികളായ ദേവഗന്ധർവ വിദ്യാധരാദികളും വസിഷ്ഠാദികളായ ബ്രഹ്മർഷികളും ഭൂലോകപാലകന്മാരായ രാജാക്കന്മാരിൽ ഋഷികളെപ്പോലെ ധർമ്മനിഷ്ഠന്മാരായവരും വന്നുചേർന്നു. തസ്മിന്നർഹത്സു സർവേഷു സോർച്ഛിതേഷു യഥാർഹതഃ ഉത്തിതഃ സദസോ മധ്യേ താരാണമുടുരാടിവ. ആ സത്രത്തിൽ വന്നിട്ടുള്ള പൂജ്യന്മാരെയെല്ലാം അവരുടെ യോഗ്യതാനുസരണം സൽക്കരിച്ച ശേഷം സദസ്സിൻ്റെ മധ്യത്തിൽ നക്ഷത്രങ്ങളുടെ മധ്യത്തിൽ ചന്ദ്രൻ എന്ന പോലെ പൃഥുചക്രവർത്തി എഴുന്നേറ്റു നിന്നു. പ്രാംശുപ്പീനായതഭുജോ ഗൗരകഞ്ചാരുണേഷണഃ സുനാസ സുമുഖ സൗമ്യ പീനാംസ സുദ്വിജസ്മിതഃ. പ്രജകളോട് ഉപദേശം ചെയ്യുവാൻ എഴുന്നേറ്റു നിന്ന രാജാവിൻ്റെ സർവായവ സൗന്ദര്യവിശേഷത്തെയും മഹാപുരുഷ ലക്ഷണത്തെയും വർണ്ണിക്കുന്നു. സാമാന്യത്തിലധികം ഉയരമുള്ളവൻ, നീണ്ടു തടിച്ചിരിക്കുന്ന കൈകൾ, ശുഭ്രവർണം, ചെന്താമരദളം പോലെ ചുവന്ന കണ്ണുകൾ, മനോഹരമായ നാസിക, വൃത്തമൊത്ത മുഖം, ശാന്തമായ പ്രകാശം, തടിച്ചും മാംസളങ്ങളുമായ തോളുകൾ, ശോഭനമായ പല്ലിൽ നിന്നും പുറപ്പെടുന്ന ശുഭ്രകാന്തി ചേർന്ന മന്ദഹാസം, വ്യൂഢവക്ഷാബൃഹശ്രോണിർ വലിവൽഗുദളോദരഃ ആവർത്തനാഭിരോജസ്വി കാഞ്ചനോരുരുദഗ്രവാദ്. വിസ്തീർണമായ മാറിടം, തടിച്ചിരിക്കുന്ന കടി പശ്ചാൽഭാഗം, ത്രിവലികളാൽ മനോഹരമായും ആലില പോലെ മുകൾ ഭാഗം വീതിയിലും കീഴ്ഭാഗം വീതി കുറഞ്ഞുമിരിക്കുന്ന വയർ, ചുഴി പോലെ വൃത്താകാരമായ നാഭി, മഹാപ്രതാപത്തെ സൂചിപ്പിക്കുന്ന
സ്വർണ്ണ നിറമുള്ള തുടകൾ, ഉന്നതങ്ങളായ അഗ്രഭാഗങ്ങളോടുകൂടിയ പാദങ്ങൾ. സൂക്ഷ്മവക്രാസിതസ്നിഗ്ധമൂർധജക്കംബുകന്ധരഃ മഹാദനേതുകൂലാഗ്രേ പരിദായോപവീയജ. സൂക്ഷ്മമായും അഗ്രം വളഞ്ഞും കറുത്തും മിഴുക്കുള്ളതുമായ തലമുടി, ശംഖതുല്യമായ കഴുത്ത്, അധികം വിലപിടിച്ച പട്ടുവസ്ത്രങ്ങളെ ഉടുക്കുകയും ഉത്തരീയമായി ധരിക്കുകയും ചെയ്തിട്ടുള്ള സ്വരൂപം. വ്യഞ്ജിതാശേഷഗാത്രശ്രീർനിയമേനസ്തഭൂഷണഃ കൃഷ്ണാജിനധരഃ ശ്രീമാൻ കുശപാണീകൃതോചിതഃ ശിശിരസ്നിഗ്ധതാരാക്ഷഃ സമൈക്ഷതസമന്തതഃ. യാഗദീക്ഷാ വ്രതാവസരമായതിനാൽ രാജോചിതങ്ങളായ ആഭരണങ്ങൾ അവയവങ്ങളിൽ ധരിച്ചിട്ടില്ലാത്തതുകൊണ്ട് എല്ലാ അവയവങ്ങളുടെയും ശോഭയ്ക്ക് മറവുലേശവുമില്ല. കൃഷ്ണമൃഗത്തിൻ്റെ തോൽ വസ്ത്രത്തിനു മീതെ ചുറ്റിയിട്ടുണ്ട്. മഹാശോഭ ശരീരത്തിൽ നിന്ന് വ്യാപിക്കുന്നു. കയ്യിൽ ദർഭയുണ്ട്. സമയോചിത കർമ്മം കഴിഞ്ഞിരിക്കുന്നു. പ്രജകളുടെ സർവ്വസന്താപങ്ങളെയും നിരാകരിക്കുന്ന വിധം ആർദ്രകളും മൃദുക്കളുമായിരിക്കുന്ന കൃഷ്ണമിഴികളോടുകൂടിയ കണ്ണുകളെ 4 ഭാഗത്തും വ്യാപരിപ്പിച്ചും കൊണ്ട് സ്നേഹപൂർവം കടാക്ഷിച്ചു. ഊജിവാനിതമൂർവീശ സദസ്സംഹർഷയന്നിവ ചാരുചിത്രപദം ശ്ലഷ്ണം മൃഷ്ടം ഗൂഢമവിക്ലവം സർവേഷാമുപകാരാർത്ഥം തഥാ അനുവദന്നിവ. കേൾക്കുന്നവരുടെ ശ്രോത്രത്തിന് പ്രീതിയെ ജനിപ്പിക്കുന്നതും ചിത്തത്തിൽ ചമൽക്കാരത്തെ വർദ്ധിപ്പിക്കുന്ന പദങ്ങളടങ്ങിയതും ശ്ലാഘ്യവും പക്ഷപാതാദി ദോഷങ്ങളുടെ സ്പർശനം പോലും ഇല്ലാതിരുന്നതിനാൽ ശുദ്ധവും ആലോചിക്കും തോറും അർത്ഥം അധികരിച്ചുണ്ടാവാൻ തക്ക വിധത്തിൽ ഇരുന്നതിനാൽ ഗൂഢവും നിശ്ചിതമായ വിധത്തിൽ സാധുക്കളുടെ തന്നെ അഭിപ്രായത്തെ പ്രകാശിപ്പിക്കുന്നത് പോലെയുമായിരുന്നു രാജവചനം. രാജോവാച സഭ്യാശൃണ്ണുത ഭദ്രം വാ സാധവോ യ ഇഹാഗതാഃ സൽസുജിജ്ഞാസുഭിർധർമ്മം ആവേദ്യം സ്വമനീഷിതം. രാജാവ് പറഞ്ഞു, ഈ സത്രത്തിൽ സന്നിധാനം ചെയ്തിരിക്കുന്ന സദാചാരയുക്തന്മാരായ സഭ്യന്മാരെ നിങ്ങൾ മനസ്സിരുത്തി കേൾക്കണം. നിങ്ങൾക്ക് ക്ഷേമം ഭവിക്കട്ടെ. ധർമ്മനിശ്ചയത്തെ അറിവാൻ ആഗ്രഹിക്കുന്നവർ സ്വാഭിപ്രായത്തെ സത്തുക്കളെ അറിയിക്കേണ്ടത് ആവശ്യമാണല്ലോ. തൻ്റെ അഭിപ്രായം ധർമ്മത്തെ അനുസരിച്ചിരിക്കുന്നത് തന്നെയോ അല്ലയോ എന്ന് തീർച്ചപ്പെടുത്തുവാൻ അധികാരികളായ സജ്ജനങ്ങളെ അറിയിപ്പിക്കുന്നതുകൊണ്ട് ധർമ്മസ്വരൂപം നിർണയിപ്പാൻ സാധിക്കും. അതുപ്രകാരം നടക്കുന്നതുകൊണ്ട് ക്ഷേമവും വർദ്ധിക്കും. അതിനുവേണ്ടി എൻ്റെ അഭിപ്രായത്തെ നിങ്ങളെ അറിയിക്കുന്നതല്ലാതെ നിങ്ങളോട് ഉപദേശിക്കുന്നതല്ല. അഹം ദണ്ഡധരോ രാജ പ്രജാനാമിഹ യോജിതഃ രക്ഷിതാ വൃത്തിദസ്വേഷു സേതുഷു സ്ഥാപിതാ പൃഥക്. എന്നെ പ്രജകളുടെ രാജാവായിട്ട് മുനിമാർ നിശ്ചയിച്ചിരിക്കയാൽ മാർഗം തെറ്റി നടക്കുന്നവരെ ശിക്ഷിപ്പാനും സ്വധർമ്മം നടത്തുന്ന സജ്ജനങ്ങളെ ദുർജന പീഡകളിൽ നിന്ന് രക്ഷിപ്പാനും ഉപജീവന പദാർത്ഥങ്ങളെ സമ്പാദിച്ചു കൊടുപ്പാനും വിവേകമില്ലാത്തവരെ അവരവരുടെ ധർമ്മങ്ങളിൽ തന്നെ ഉറപ്പിക്കുവാൻ വേണ്ടത് പ്രവർത്തിപ്പാനും ഞാൻ അധികാരിയാകുന്നു. തസ്യമേ തദനുഷ്ഠാനാത് ആഹുർബ്രഹ്മവാദിനഃ ലോകാസ്യു കാമസന്തോഹ യസ്യ തുഷ്യതിതിഷ്ഠതൃക്. പ്രജാപരിപാലന രൂപമായ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നതുകൊണ്ട് യാതൊരു രാജാവിൻ്റെ പേരിൽ കർമ്മസാക്ഷിയായ ഭഗവാൻ സന്തോഷിക്കുന്നുവോ ആ രാജാവിന് യാതൊരു ലോകങ്ങൾ മരണാനന്തരം ലഭിക്കുമെന്ന് വേദത്തിൽ കാണുന്നുവോ സ്വധർമ്മത്തെ തെറ്റാതെ നടത്തുന്ന എനിക്ക് സർവകാമങ്ങളെയും സാധിപ്പിക്കുന്ന ആ പുണ്യലോകങ്ങൾ ലഭിക്കും. യൗദ്ധരേത്കരം രാജ പ്രജാധർമ്മേഷ്വശിക്ഷയൻ പ്രജാനാം ശമലം ഭുങ്ക്തേ ഭഗം ച സ്വം ജഹാതി സഹ. രാജാവായിരിക്കുന്ന ഏതൊരുവൻ പ്രജകളെ ധർമ്മത്തിൽ പ്രവർത്തിപ്പിക്കാതെ അവരിൽ നിന്ന് രാജഭോഗത്തെ പിരിച്ചു കൈവശപ്പെടുത്തുന്നുവോ ആ രാജാവ് പ്രജകൾ ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ബലമായി ഭവിക്കുന്ന ദുഃഖത്തെ അനുഭവിക്കും. അവൻ്റെ പുണ്യകർമ്മങ്ങളുടെ ബലമായി സിദ്ധിച്ച രാജ്യൈശ്വര്യാദി ഭോഗങ്ങളിൽ നിന്ന് ഭ്രഷ്ടനായി ഭവിക്കുകയും ചെയ്യും. തത് പ്രജാ ഭർതൃപിണ്ഡാർത്ഥം സ്വാർത്ഥമേവാനസൂയവഃ കുരുതാദോഷജതീയസ്തർഹിമേനുഗ്രഹകൃതഃ. പ്രജകൾ സ്വധർമ്മ സംരക്ഷണം ചെയ്യുന്നതിനാൽ രാജാവിന് പരലോകത്തിൽ സുഖം ലഭിക്കുമെന്നത് സിദ്ധാന്തമാകയാൽ ഹേ പ്രജകളെ, നിങ്ങളുടെ പാലകനായ എൻ്റെ ഹിതത്തിനായിട്ട് നിങ്ങളെ ഞാൻ ശാസിക്കുന്നു എന്നുള്ള ദോഷഭാവം കൂടാതെയും ഈശ്വരാജ്ഞയെ പരിപാലിക്കേണ്ടത് നിങ്ങളുടെയും എൻ്റെയും സ്വധർമ്മമാണെന്നുള്ള വിചാരത്തോടുകൂടിയും സ്വധർമ്മം തെറ്റാതെ നടത്തുവിൻ. അതിനാൽ തന്നെ നിങ്ങൾക്കും ഇഹപര സൗഖ്യം ലഭിക്കും.
നിങ്ങളുടെ സ്വധർമ്മ ശ്രദ്ധ എനിക്കൊരനുഗ്രഹവുമായി വരും. യൂയം തദനുമോദധ്വം പിതൃദേവർഷയോ മലാഹ കർത്തൃശാസ്തുരനുജ്ഞാതസ്തുല്യം യത് പ്രേത്യ തദ്ഫലം. രാഗദ്വേഷാദി ദോഷലേശബാധയില്ലാത്തതിനാൽ ശുദ്ധാന്തകരണന്മാരായിരിക്കുന്ന പിതൃദേവർഷികളെ, ഞാൻ പറഞ്ഞത് ധർമ്മം തന്നെയെങ്കിൽ നിങ്ങളതിനെ അനുമോദിക്കുവിൻ. അപ്പോൾ മാത്രമേ എല്ലാവർക്കും സമ്മതമായി വരികയുള്ളൂ. ധർമ്മത്തെ ആചരിക്കുന്നവനും ആചരിക്കണമെന്ന് ശാസിക്കുന്നവനും ആചരിക്കുന്നതിനെ അനുമോദിക്കുന്നവനും പരലോകത്തിൽ തുല്യബലം ലഭിക്കുമല്ലോ. അസ്തി യത്നപതിർനാമ കേഷാം ചിദർഹസത്തമാഹ ഇഹാമുത്രജ ലക്ഷ്യന്തേ ജ്യോത്സാനാവത്യകൊജിത് ഭുവഃ. ഹേ കുശലന്മാരെ, പൂജ്യന്മാരിൽ വെച്ച ഉത്തമന്മാരായ സഭ്യന്മാരെ, ധർമാധർമ്മങ്ങളുടെ ബലം നൽകുന്ന സർവജ്ഞനും സർവശക്തനുമായ ഒരു ഈശ്വരൻ ഉണ്ടെന്നാണ് മഹാന്മാർ നിശ്ചയിച്ചിരിക്കുന്നത്. ചിലർ സ്വമതപ്രകാരം അതിനെ നിഷേധിക്കുന്നവരും ഉണ്ടായിരിക്കാം. എന്നാൽ അവരുടെ അഭിപ്രായം അനുഭവത്തിനും യുക്തിക്കും പ്രമാണത്തിനും യോജിക്കുന്നതല്ല. എന്തുകൊണ്ടെന്നാൽ കർമ്മബലത്തിൽ വൈചിത്ര്യമില്ലെന്ന് വരുന്ന പക്ഷം ലോകത്തിൽ വൈചിത്ര്യമുണ്ടാവാൻ കാരണമില്ല. ഈ ലോകത്തിൽ ചില ഭാഗങ്ങൾ സുഖപദാർത്ഥങ്ങൾ ധാരാളം ഉള്ളവയായിട്ട് പ്രത്യക്ഷത്തിൽ കാണുന്നു. വേറെ ചില ഭാഗങ്ങൾ സമൃദ്ധി ഇല്ലാത്തവയും ആയിരിക്കുന്നു. ഇതുപോലെ തന്നെ പരലോകത്തിലും സുഖാധിക്യമുള്ള സ്വർഗലോകങ്ങളും ദുഃഖാധിക്യമുള്ള നരകലോകങ്ങളും ഉണ്ടെന്ന് വേദം വിധിച്ചുമിരിക്കുന്നു. അതുകൊണ്ട് പുണ്യപാപ കർമ്മങ്ങളുടെ ബലങ്ങളായ സുഖദുഃഖങ്ങളെ പ്രാണികൾക്ക് നൽകുവാൻ വേണ്ടി ഭഗവാൻ വിചിത്ര ലോകേശ്വരൻ ഉണ്ടെന്നതു തന്നെ വിവേകികളായ നിങ്ങൾ വിശ്വസിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മനോരുത്ഥാനപാദസ്യ ധ്രുവസ്യാഭിമഹീപദേഹേ പ്രിയവ്രതസ്യ രാജർഷേർ അംഗസ്യാസ്മത് പിതുഃ ഈദൃശാനാമദാന്യേഷാം അജസ്യ ജ ഭവസ്യ ജ പ്രഹ്ലാദസ്യ ബലേശ്ചാഭി കൃത്യമസ്തി ഗദാവൃത. മനു ഉത്താനപാദൻ, ധ്രുവൻ, പ്രിയവ്രതൻ നമ്മുടെ പിതാവിൻ്റെയും പിതാവായ അംഗൻ എന്ന മഹാരാജാക്കന്മാരുടെയും രാജർഷികളുടെയും ഇവരെ പോലെയുള്ള മറ്റു മഹാന്മാരുടെയും ബ്രഹ്മാവിൻ്റെയും പരമേശ്വരൻ്റെയും പ്രഹ്ലാദൻ്റെയും ബലിയുടെയും അഭിപ്രായത്തിൽ സർവേശ്വരനായ ഭഗവാൻ ഉണ്ടെന്നു തന്നെ സിദ്ധാന്തം. ദൗഹിത്രാദീനൃതേ മൃത്യോ ശോച്യാൻ ധർമ്മവിമോഹിതാൻ വർഗസ്വർഗാപവർഗാണാം പ്രായേണൈകാത്മഹേതുന. ഈശ്വരൻ ഉണ്ടെന്നു വരികിൽ ചിലരെന്തുകൊണ്ടതിനെ അംഗീകരിക്കാതിരിക്കുന്നു എന്നുള്ള ശങ്കയ്ക്ക് സമാധാനം. ജന്മാന്തരകൃത പാപഫലം അനുഭവിപ്പാനായി ഇഹലോകത്തിൽ മൃത്യുവിൻ്റെ പുത്രിയുടെ പുത്രനായി ജനിച്ച വേനൻ മുതലായവർ ഈശ്വര സൽഭാവത്തെ അംഗീകരിക്കാത്തതുകൊണ്ട് ഈശ്വരൻ ഇല്ലെന്നു വരികയില്ല. ഈശ്വര ഭജനരൂപമായ ധർമ്മത്തെ അധർമ്മമാണെന്ന് തെറ്റിദ്ധരിച്ച ആ പാപികളെക്കുറിച്ച് സജ്ജനങ്ങൾ വ്യസനിക്കുന്നു. പുണ്യപാപകർമ്മങ്ങൾ ജഡങ്ങളാകയാൽ സ്വദേബലം ജനിപ്പിക്കുവാൻ ശക്തങ്ങളല്ല. അവയുടെ താരതമ്യം അനുസരിച്ച് ധർമ്മം, അർത്ഥം, കാമം എന്ന പുരുഷാർത്ഥങ്ങളെയും നൽകുന്നതിന് സമർത്ഥനായിരിക്കുന്ന ഈശ്വരൻ ഉണ്ടെന്നു തന്നെ വിവേകികൾ നിശ്ചയിച്ചിരിക്കുന്നു. യത്പാദസേവാഭിരുചിസ്തപസ്സിനാമശേഷജന്മോപചിതം മലം ദിയഃ സദ്യക്ഷിണോത്യന്യഹമേദധി സതി യഥാ തദംഗുഷ്ടവിനിസൃത സരിത്. ഈശ്വരപ്രീത്യർത്ഥം നിരന്തരമനുഷ്ഠിക്കുന്ന കർമ്മനിമിത്തം സാധകന് ഭഗവത് പാദഭജനത്തിൽ അഭിരുചി നിത്യവും വർദ്ധിച്ചു വരും. കഴിഞ്ഞ അനേകം ജന്മങ്ങളിൽ അഭ്യസിച്ചു വന്നതിനാൽ വാസനാരൂപേണ അന്ധഃകരണത്തെ ആശ്രയിച്ചിരിക്കുന്ന കാമാദി വൃത്തികൾ നിമിത്തം നിരന്തരം ദുഃഖിക്കുന്ന അവരുടെ സംസാര കാരണമായിരിക്കുന്ന ആ അന്ധഃകരണദോഷം ഭഗവത് സേവാഭിരുചി നിമിത്തം കാലതാമസം കൂടാതെ ക്ഷയിക്കും. അതിനു കാരണം സാധകൻ്റെ വിചാരത്തിന് ഭഗവത് പാദപത്മത്തോടുള്ള സംബന്ധമാകുന്നു. ഏതുപോലെ എന്നാൽ ഭഗവാന്റെ പാദാങ്കുഷ്ടത്തിൽ സ്പർശിച്ചുകൊണ്ട് പുറപ്പെട്ട് ദേവലോകത്തിലും അവിടെ നിന്ന് ഭൂമിയിലും ഒഴുകുന്ന ഗംഗാനദിയിലെ ജലം നിരന്തരം സ്നാനപാനാദികൾക്ക് ഉപയോഗിക്കുന്നവരുടെ നിശ്ശേഷ പാപങ്ങളെയും സംഹരിക്കുന്നതുപോലെ കഴിഞ്ഞ ജന്മങ്ങൾക്കും ഇനി ഉണ്ടാവാൻ പോകുന്ന അനന്തജന്മങ്ങൾക്കും കാരണമായ കാമാദി വൃത്തിദോഷങ്ങളെ നശിപ്പിക്കുന്നതിനും തദ്വാര ഈശ്വരസ്വരൂപത്തെ അനുഭവപ്പെടുത്തി മോക്ഷസുഖത്തെ നൽകുന്നതിനും ഭഗവത് ഭക്തിക്ക് ശക്തിയുണ്ട്. വിനിർദുതാശേഷമനോമലപ്പുമാനസംഗവിജ്ഞാന വിശേഷവീര്യവാൻ യഥംഗ്രിമൂലേ കൃതകേതന പുനർന സംസൃതിം ക്ലേശവഹാം പ്രപദ്യതേ. ഭഗവാന്റെ പാദഭക്തി നിമിത്തം
മനസ്സിൽ കാമാതിവൃത്തികൾ അങ്കുരിക്കാതിരിക്കും. അപ്പോൾ തുച്ഛങ്ങളായ വിഷയഭോഗങ്ങളിൽ വിരക്തി ജനിക്കും. അതുനിമിത്തം ഈശ്വരസ്വരൂപമായ ആനന്ദത്തെ പ്രകാശിപ്പിക്കുന്നതിന് അന്ധക്കരണം സമർത്ഥമായി വരും. ഭഗവാന്റെ സച്ചിദാനന്ദ സ്വരൂപത്തെക്കുറിച്ചുള്ള അനുഭവജ്ഞാനമാകുന്ന അസാധാരണ വീര്യം ഭക്തനു സിദ്ധിക്കും. രണ്ടാമത് ജന്മമരണാദി ദുഃഖങ്ങൾക്ക് കാരണമായിരിക്കുന്ന സംസാരഭാവന ഉണ്ടാകാതെയും ഭവിക്കും. ഇങ്ങനെ ഭക്തൻ സംസാരത്തിൽ നിന്ന് മുക്തനാകും. തമേവ യൂയം ഭജതാത്മവൃത്തിഭിർമനോവജക്കായ ഗുണൈ സ്വകർമ്മഭിഃ അമായിന കാമദുഃഖാംഘ്രിപങ്കജം യദാധികാരാവസിതാർത്ഥസിദ്ധയഃ. ഹേ പ്രജകളെ, നിങ്ങൾ അവരവരുടെ വർണ്ണാശ്രമാദികളെ അനുസരിച്ചുള്ള വ്യാപാരത്താൽ സമ്പാദിക്കുന്ന ധനാദികൾ കൊണ്ടും മനസ്സിൻ്റെ വ്യാപാരമായിരിക്കുന്ന ധ്യാനം, വാക്കിൻ്റെ വ്യാപാരമായ സ്തുതി, ദേഹത്തിൻ്റെ വ്യാപാരമായ പരിചര്യ എന്നീ കർമ്മങ്ങൾ കൊണ്ടും ഭക്തന്മാരുടെ സർവാഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്ന ഭഗവത് പാദപത്മത്തെ നിഷ്കപടന്മാരായിട്ട് ഭജിക്കുവിൻ. അവരവരുടെ അധികാരത്തെ അനുസരിച്ച് ഭജിക്കുന്നതുകൊണ്ട് പരമപുരുഷാർത്ഥ രൂപമായ മോക്ഷവും, സകാമന്മാരാണെങ്കിൽ ആഗ്രഹിക്കുന്നത് സർവവും, അന്തേ മോക്ഷവും സിദ്ധിക്കുമെന്ന് ശാസ്ത്രത്താൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഭഗവത് ഭജനം അസാധ്യമാണെന്നുള്ള വിചാരം നിങ്ങൾക്കാർക്കും തന്നെ ഉണ്ടാവാൻ ആവശ്യമില്ലാത്തതാകുന്നു. ഭജനാവസരത്തിൽ ഹൃദയത്തിൽ കാമാതിവൃത്തികൾ അങ്കുരിക്കുകയില്ല. അഥവാ ആവിർഭവിച്ചാൽ ഭഗവത് ധ്യാനമാകുന്ന അഗ്നിയുടെ സമ്പർക്കം സിദ്ധിച്ചതുകൊണ്ട് ആ കാമബീജത്തിന് രണ്ടാമത് ജന്മമാകുന്ന അങ്കുരത്തെ പുറപ്പെടുവിക്കുവാൻ സാമർഥ്യമില്ലെന്നും അനുഭവജ്ഞാനമുണ്ടായ മഹാന്മാർ നിശ്ചയിച്ചിരിക്കുന്നു. എന്നിൽ വയ്ക്കപ്പെട്ട ബുദ്ധിവൃത്തിയോടുകൂടിയവരുടെ കാമം കാമവൃത്തിയായി ഭവിക്കുകയില്ല. എൻ്റെ സമ്പർക്കം നിമിത്തം ആ വൃത്തിയുടെ ദോഷം നശിച്ചിരിക്കുന്നു. വറുത്ത വിത്ത് വിതച്ചാൽ മുളയ്ക്കാതിരിക്കുന്നതുപോലെ ഭക്തകാമം പുനഃസംസാര കാരണമായിരിക്കുകയില്ല എന്നാണ് ഭഗവാന്റെ വചനം. അതിനാൽ ഭജനം ഭക്തിക്കും മുക്തിക്കും കാരണമെന്ന് നിശ്ചയിച്ച് ഭഗവാനെ തന്നെ നിങ്ങൾ ഭജിക്കുവിൻ. അസാവിഹാനേക ഗുണോ ഗുണോദ്വരഃ പൃഥഗ്യിതദ്രവ്യഗുണക്രിയോക്തിഭിഃ സമ്പദ്യതേർത്താശയലിംഗനാമഭിർ വിശുദ്ധവിജ്ഞാനഗണസ്വരൂപതഃ. ഭജിക്കുന്ന താനും ഭജനം എന്ന കർമ്മവും ഭജിക്കുവാൻ ഉപയോഗിക്കുന്ന യാഗാദികളും ഭഗവാനിൽ നിന്ന് ഭിന്നങ്ങളല്ലെന്നുള്ള ഭാവനയുടെ ദാർഢ്യമാണ് ഭക്തന് പരമബലത്തെ ജനിപ്പിക്കുന്നതെന്നുള്ള രഹസ്യത്തെയാണ് ഈ ശ്ലോകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഭഗവാന്റെ പരമാർത്ഥമായ സ്വരൂപം പരിശുദ്ധമായ ജ്ഞാനം മാത്രമാകുന്നു. അതിനാൽ ഭഗവാൻ പ്രാകൃത ഗുണങ്ങളുടെ സംബന്ധം കൂടാതെ നിത്യാനന്ദമൂർത്തിയായിരിക്കുന്നുവെങ്കിലും ജീവാനുഗ്രഹത്തിനായിട്ട് ലോകത്തിൽ ഭിന്ന ഭിന്നമായിരിക്കുന്ന ദ്രവ്യങ്ങൾ, ഗുണങ്ങൾ, കർമ്മങ്ങൾ, മന്ത്രങ്ങൾ, സങ്കല്പങ്ങൾ, പദാർത്ഥ ശക്തികൾ എന്നിവയായിട്ടും ഇവയാൽ അനുഷ്ഠിക്കപ്പെടുന്ന യത്നങ്ങളായിട്ടും ഭവിച്ചിരിക്കുന്നു. നാമരൂപങ്ങളായി കാണപ്പെടുന്ന സർവവും ഭഗവത് രൂപങ്ങളാണെന്നുള്ള ബോധത്തോടുകൂടെ നിങ്ങൾ ഭഗവാനെ ഭജിച്ചാൽ ഭഗവാനോടുകൂടെ അന്തേ സായുജ്യം സിദ്ധിക്കും. പ്രധാനകാലാശയധർമ്മസംഗ്രഹേ ശരീരയേഷ പ്രതിപദ്യ ചേതനാം ക്രിയാബലത്വേന വിഭുർവിഭാവ്യതേ യദാനലോ ദാരുഷു തദ്ഗുണാത്മകഃ. ഓരോ കർമ്മങ്ങളുടെയും ബലം പര്യവസാനത്തിൽ ആനന്ദ സ്വരൂപമായിരിക്കുന്നതാണെന്ന് അനുഭവസ്ഥന്മാർക്കറിയാം. എങ്ങനെയെന്നാൽ എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും സകാമന്മാർ ഒരു ബലത്തെ സങ്കല്പിക്കുന്നു. ആ ഫലം സിദ്ധിക്കുമ്പോൾ അവർ ആനന്ദം അനുഭവിക്കുന്നു. ഈ ആനന്ദം ഭഗവാന്റെ സ്വരൂപത്തിൽ നിന്ന് ഭിന്നമല്ല. പ്രധാനം എന്ന് പറയപ്പെടുന്ന പ്രകൃതിയുടെ സത്വാദിഗുണങ്ങളെ ശോഭിപ്പിക്കുന്ന കാലം, അന്ധക്കരണം, പ്രാണികളുടെ പുണ്യപാപരൂപമായ അദൃഷ്ടം എന്നിവയുടെ സംഘാതത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്ന ഈ ശരീരത്തിൽ സച്ചിദാനന്ദ ഘനനായ ഈ ഭഗവാൻ ബുദ്ധിതത്വത്തിൽ ബോധരൂപേണ പ്രതിഫലിച്ചിട്ട് കർമ്മങ്ങളുടെ ബലാനുഭവത്തിൽ ആനന്ദസ്വരൂപനായിട്ട് അന്ധക്കരണത്തിൽ വിളങ്ങുന്നു. അതിനാൽ ക്രിയാബലവും ഭഗവാൻ തന്നെ എന്നതിൽ സംശയിപ്പാൻ അവകാശമില്ല. ബുദ്ധിവൃത്തിയുടെ നാനാഭാവം നിമിത്തം ആനന്ദത്തിനും താരതമ്യം അനുഭവപ്പെടുന്നു. ഏതുപോലെ എന്നാൽ അഗ്നിക്കുപാധിയായിരിക്കുന്ന വിറകിൻ്റെ സ്ഥൗല്യം, ദൈർഘ്യം എന്നിവയെ അനുസരിച്ച് അഗ്നിയെ സ്ഥൂലമെന്നും ദീർഘമെന്നും ജനങ്ങൾ പറയാറുള്ളതുപോലെ ബുദ്ധിയുടെ പരിണാമത്തെ അനുസരിച്ച് ആനന്ദത്തെ ചെറുതെന്നും വലുതെന്നും ജനങ്ങൾ വിചാരിക്കുന്നു. വാസ്തവത്തിൽ ആനന്ദം സ്വരൂപത്താൽ ഭിന്നമല്ല. നിരതിശയാനന്ദഘനനായ ഭഗവാന്റെ സ്വരൂപം ബുദ്ധിവൃത്തിയാൽ കൂടെ ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. അഹോ മമാമി വിതരന്ത്യനുഗ്രഹം ഹരിം ഗുരും യത്നഭുജാമതീശ്വരം സ്വധർമ്മയോഗേന യജന്തി മാമക നിരന്തരം ക്ഷോണിതലേ ദൃഢവ്രതാഃ.
ഇപ്രകാരം പ്രജകളെ ഭജനമാർഗത്തിൽ ഉന്മുഖന്മാരാക്കുവാനായി ഉപദേശിച്ച ശേഷം സ്വതേ തന്നെ ഈ വിധം ഭജിച്ചുകൊണ്ടിരിക്കുന്നവരെക്കുറിച്ച് അഭിനന്ദിച്ചു പറയുന്നു. യാഗഭാഗങ്ങളെ സ്വീകരിച്ച് ബലം നൽകുന്ന ഇന്ദ്രാദി ദേവന്മാരുടെയും അതീശ്വരനും സർവപൂജ്യനുമായ ശ്രീഹരിയെ ദൃഢമായ വ്രതത്തോടുകൂടെ സ്വധർമാനുഷ്ഠാന രൂപമായ യോഗത്താൽ ആര് പൂജിച്ചുകൊണ്ടിരിക്കുന്നുവോ എൻ്റെ ആ പ്രജകൾ എനിക്ക് ഭാഗ്യത്താൽ അനുഗ്രഹം നൽകുന്നവരാകുന്നു. അവരുടെ ആ കർമ്മത്തിൻ്റെ 1/6 ബലം എനിക്ക് സിദ്ധിക്കുന്നതാകയാൽ അവരാണെന്നെ അനുഗ്രഹിക്കുന്നവർ. മാ ജാതുത്തേജ പ്രഭവേൻ മഹർദിബി സ്ഥിതിക്ഷയാ തപസാ വിദ്യയാ ച ദേദീപ്യമാനേ ജിതദേവതാനാം കുലേ സ്വയം രാജകുലാധ്വിജാനാം. ഐശ്വര്യാദികൾ നിമിത്തം വർദ്ധിച്ചിരിക്കുന്ന രാജാക്കന്മാരുടെ പ്രഭാവം ഒരു കാലത്തും ബ്രാഹ്മണരെയും ഭഗവത് ഭക്തന്മാരെയും ഉപദ്രവിക്കുന്നതായി വരാതിരിക്കണം. അവരിൽ രാജാക്കന്മാർ ആജ്ഞയെ പ്രവേശിപ്പിക്കുന്നത് കുലനാശത്തിന് കാരണമായി വരും. അവർക്കുള്ള പ്രഭാവം സ്വതേ അവരെ രക്ഷിക്കുന്നതിനും ലോകത്തെ അനുഗ്രഹിക്കുന്നതിനും അതിക്രമിക്കുന്നവരെ നശിപ്പിക്കുന്നതിനും പര്യാപ്തമാകുന്നു. അവർക്കെങ്ങനെ പ്രഭാവം സിദ്ധിക്കുന്നുവെന്ന് ശങ്കിക്കേണ്ട. പരന്മാർ ചെയ്യുന്ന പരിഭവത്തെ സഹിക്കുന്നതിനുള്ള ശക്തിയായിരിക്കുന്ന തിദിക്ഷ, ബ്രഹ്മചര്യം, വ്രതാനുഷ്ഠാനം, ഉപവാസം മുതലായ തപസ്, മന്ത്രജപം, സ്തോത്രം മുതലായ വിദ്യ എന്നിവയാൽ മഹത്തായ പ്രഭാവം സ്വതേ അവരിൽ ഗൂഢമായിരിക്കുന്നുണ്ട്. അതിനാൽ ഭഗവത് ഭക്തന്മാരിലും ബ്രാഹ്മണരിലും രാജാക്കന്മാർ വിനീതന്മാരായി ഇരിക്കണം. പ്രജകൾ വിനീതരായി ഇരിക്കണമെന്ന് വേറെ പറയേണ്ടതില്ലല്ലോ. ബ്രഹ്മണ്യദേവ പുരുഷ പുരാതനോ നിത്യം ഹരിര്യ ചരണാഭിവന്ദനാത് അവാപലക്ഷ്മീ മനപായിനീം യശോ ജഗത്പവിത്രം ജ മഹത്തമാഗ്രണീ. പുരാത പുരുഷനായ ഭഗവാനും നിത്യവും ബ്രാഹ്മണരെ ആരാധിക്കുന്നവനും അവരെ തൻ്റെ ഈശ്വരൻ എന്ന പോലെ കരുതി ഭജിക്കുന്നവനുമായിരിക്കുന്നതിൻ്റെ ബലമായിട്ട് ഭക്തന്മാരുടെ സർവ്വസന്താപത്തെയും തീർക്കുവാനുള്ള ശക്തി സിദ്ധിച്ചിരിക്കുന്നു. ലോകത്തിൻ്റെ പാപങ്ങളെ തീർത്ത് പരിശുദ്ധമാക്കുന്നതിന് സമർത്ഥമായിരിക്കുന്ന യശസ്സ് ഭഗവാൻ ഉണ്ടായിരിക്കുന്നു. മറ്റെല്ലാവരും ഒരു കടാക്ഷത്തിനായി പ്രാർത്ഥിക്കുന്ന ലക്ഷ്മി ദേവി വിട്ടുപിരിയാതെ ഭഗവാനിൽ വസിക്കുന്നു. ഇത്രയും മാഹാത്മ്യം തനിക്കുണ്ടായിരിക്കുന്നത് ബ്രാഹ്മണ ഭക്തി നിമിത്തമാണെന്ന് സർവ്വലോകങ്ങളെയും ഉണ്ടാക്കി രക്ഷിച്ചു സംഹരിക്കുവാൻ ശക്തനായ ഭഗവാൻ തന്നെ വിചാരിക്കുന്നത് തൻ്റെ സൃഷ്ടിവർഗം ബ്രാഹ്മണ ഭക്തന്മാരായി ഇരിക്കണമെന്നുള്ള അനുഗ്രഹബുദ്ധി നിമിത്തമാണ്. യസേവയാ ശേഷഗുഹാശയസ്വരാഡിപ്രപ്രിയസ്തുഷ്യതി കാമമീശ്വരഃ തദേവ തദ്ധർമ്മപരേർവിനീതൈഃ സർവാത്മനാ ബ്രഹ്മകുലം നിഷേവ്യതാം. അന്യാപേക്ഷ കൂടാതെ എപ്പോഴും വിളങ്ങിക്കൊണ്ടിരിക്കുന്ന സർവാന്തര്യാമിയായ സർവേശ്വരൻ ബ്രാഹ്മണ സേവകന്മാരുടെ സർവാഭീഷ്ടങ്ങളെയും നൽകുവാൻ തക്കവിധം പ്രസാദിക്കുന്നു. ഭഗവാന് ബ്രാഹ്മണർ അത്രത്തോളം പ്രിയമുള്ളവരാകുന്നു. ഭഗവത് പ്രീതിക്കായി കർമ്മം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്ന വിനയികളായ ഭവാന്മാർ ഭഗവാൻ സേവിച്ചു വന്ന ആ ബ്രാഹ്മണ കുലത്തെ തന്നെ സർവാത്മന ഭജിക്കണം. പുമാൻ ലഭേതാനതിവേലമാത്മനഃ പ്രസീദതോത്യന്ത ശമം സ്വതസ്വയം യം നിത്യസംബന്ധ നിഷേവയാ തതഃ പരം കിമത്രാസ്തി മുഖം ഹവിർഭുജാം. യത്നാദികളെ കൊണ്ട് ഭഗവാനെ സേവിക്കുന്നത് പോലെ ബ്രാഹ്മണർക്ക് ഭോജന സൽക്കാരാദികൾ ചെയ്യുന്നതും ഭഗവത് സേവ തന്നെ. യത്നാദി കർമ്മങ്ങളെ അനുഷ്ഠിപ്പാനുള്ള പ്രയാസം കൂടാതെ തന്നെ ഭഗവത് പ്രസാദത്തെ സാധിപ്പാൻ ബ്രാഹ്മണ ഭജനം ഉത്തമ മാർഗമാണെന്ന് സമാധാനം പറഞ്ഞുകൊണ്ട് പ്രജകളിൽ ബ്രാഹ്മണ ഭക്തിയെ ഉറപ്പിക്കുന്നു. ബ്രഹ്മസാക്ഷാത്കാരം സിദ്ധിച്ചിരിക്കുന്ന ഉത്തമ ബ്രാഹ്മണരോട് നിത്യം സംസർഗം ചെയ്യുന്നതുകൊണ്ടും ഭോജന സൽക്കാരാദികളാൽ അവരെ സേവിക്കുന്നതുകൊണ്ടും പ്രസാദിച്ചിരിക്കുന്ന ഭഗവാനിൽ നിന്ന് സകല സന്താപങ്ങളെയും നശിപ്പിക്കുന്ന പരമശാന്തി സ്വരൂപമായ മോക്ഷം പുരുഷന് പ്രയാസവും കാലവിളംബവും കൂടാതെ തന്നെ ലഭിക്കും. ഇതിനേക്കാൾ മീതെയുള്ള ഭജനമാർഗം മറ്റെന്തിരിക്കുന്നു? ദേവന്മാരുടെ മുഖമായ അഗ്നിയിൽ ഹോമിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ യത്നമാകുന്നു ബ്രാഹ്മണമുഖത്തിൽ അർപ്പിക്കുന്നത്. അശ്നാത്യനന്ത ഖലു തത്വകോവിദൈഃ ശ്രദ്ധാഹുതം യന്മുഖയുജ്യനാമഭിഃ ന വൈ തദാ ചേതനയാ ബഹിഷ്കൃതേ ഹുദാശനേ പാരമഹംസ്യ പര്യഗുഃ. അഗ്നിയേക്കാൾ ശ്രേഷ്ഠമാണ് ബ്രാഹ്മണമുഖം എന്നുള്ള തത്വത്തെ അറിഞ്ഞിരിക്കുന്നവർ ശ്രദ്ധയോടുകൂടെ ബ്രാഹ്മണമുഖത്തിൽ ദേവതാ നാമധേയങ്ങളെ സങ്കല്പിച്ചുകൊണ്ട് ഹോമിക്കുന്ന ഭക്ഷ്യഭോജ്യാദി രൂപമായ ഹവിസ്സിനെ ഭഗവാൻ ഏതുവിധം സ്വീകരിക്കുന്നുവോ ചേതനാരഹിതമായ അഗ്നിയിൽ ഹോമിക്കുന്ന ആജ്യാദി പദാർത്ഥങ്ങളെ ആ വിധം സ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ
കാലവസ്തു പരിച്ഛേദത്തിൽ നിന്നും അതിക്രമിച്ചിരിക്കുന്ന സർവ്വവ്യാപിയായ ഭഗവാന്റെ പരമാർത്ഥ തത്വത്തെ പരമഹംസന്മാരായ ബ്രാഹ്മണർ അറിയുന്നതുപോലെ അഗ്നിക്ക് അറിയുവാൻ സാധിക്കുന്നതല്ല. പരമഹംസന്മാർ ഭഗവത് സ്വരൂപന്മാരായി തന്നെ ഇരിക്കുന്നതിനാൽ അവരിൽ ചെയ്യുന്ന സംസ്കാരം ഭഗവാന് നേരിട്ട് ചെയ്യുന്ന സൽക്കാരമാകുന്നു. അഗ്നിയിൽ ഹോമിക്കുന്നതിനെ ദേവതാദ്വാര സ്വീകരിക്കുന്നു. അഗ്നിയിൽ ഹോമിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠ യത്നമായി ജ്ഞാനികളെ സൽക്കരിക്കുന്നതിനെ കരുതി വരുന്നു. യദ്ബ്രഹ്മ നിത്യം വിരജം സനാതനം ശ്രദ്ധാ തപോ മംഗള മൗന സംയമൈഃ സമാധിനാ ബിഭ്രതിഹാർത്തദൃഷ്ടയേ യത്രേതമാദർശ ഇവാവഭാസതേ. പ്രമാദാദികളായ പുരുഷദോഷങ്ങളുടെ സംബന്ധമില്ലാത്തതുകൊണ്ട് പരിശുദ്ധവും നാശരഹിതവുമായ വേദം കണ്ണാടിയിൽ മുഖം എന്ന പോലെ യാതൊരുവരിൽ പ്രകാശിക്കുന്നു. വേദവാക്യത്തിൽ വിശ്വാസമാകുന്ന ശ്രദ്ധ, ബ്രഹ്മചര്യമാകുന്ന തപസ്, വേദം നിഷേധിച്ച കർമ്മങ്ങളെ വർജിച്ചും കൊണ്ടും വിധിച്ച കർമ്മങ്ങളെ ആചരിച്ചുകൊണ്ടും പ്രവർത്തിക്കുന്നതായ മംഗളാചരണം, അധ്യയനത്തിന് വിരോധമായി വരത്തക്കവണ്ണം സംസാരിക്കാതിരിക്കുന്നതായ മൗനം, ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നടക്കുന്നതായ സംയമം, ചിത്തത്തെ ഏകാഗ്രമായി നിർത്തുന്നതായ സമാധി എന്നിവയെ അഭ്യസിച്ചുകൊണ്ട് വേദപ്രതിപാദ്യനായ പുരുഷൻ്റെ തത്വത്തെ അറിവാനായി നിത്യം പരിശ്രമിക്കുന്നവർ യാതൊരുത്തരോ അവരിൽ കർമ്മം, ജ്ഞാനം, ഉപാസന എന്ന് 3 വിധത്തിലിരിക്കുന്ന ശ്രേയസ്സാകുന്ന ധനം മറവുകൂടാതെ പ്രകാശിക്കുന്നു. തേഷാമഹം പാദസരോജരേണുമാര്യാവഹേയാദി കിരീടമായുഃ യം നിത്യദാ ബിഭ്രദാശുപാപം നശ്യത്തമം സർവഗുണാ ഭജന്തി. അല്ലയോ ആര്യന്മാരെ, ആ ബ്രാഹ്മണരുടെ പാദപത്മധൂളിയെ എൻ്റെ കിരീടത്തിൽ ആയുഷ്കാലം മുഴുവനും ഞാൻ ധരിക്കും. അതിനെ ധരിക്കുന്നവൻ്റെ പാപകർമ്മം ശീഘ്രം നശിക്കും. സകല ഗുണങ്ങളും അവനെ ആശ്രയിക്കുകയും ചെയ്യും. ഗുണായനം ശീലധനം കൃതജ്ഞം വൃദ്ധാശ്രയം സംവൃണുതേനു സമ്പദഃ പ്രസീദതാം ബ്രഹ്മകുലം ഗവാം ച ജനാർദ്ദനസ്സാനുചരശ്ച മഹ്യം. ഗുണങ്ങളുടെ സ്ഥാനമായും സൽസ്വഭാവത്തെ ധനത്തെ എന്ന പോലെ സംരക്ഷിച്ചും അന്യന്മാർ ചെയ്യുന്ന ഉപകാരത്തെ ഓർമ്മ വെച്ചും സജ്ജനങ്ങൾ, ജ്ഞാനികൾ, മാതാപിതാക്കന്മാർ, വയസ്സധികരിച്ചവർ എന്നീ വൃദ്ധന്മാരെ ആശ്രയിച്ചുകൊണ്ട് ആയുഷ്കാലത്തെ കഴിക്കുന്ന പുരുഷനെ ധർമാർത്ഥ കാമമോക്ഷ രൂപങ്ങളായ 4 പുരുഷാർത്ഥങ്ങളും യഥാധികാരം ആശ്രയിക്കും. അതുകൊണ്ട് ബ്രാഹ്മണരും പശുക്കളും ഭഗവത് ഭക്തന്മാരും ശ്രീ ഭഗവാനും എൻ്റെ നേരെ പ്രസാദിക്കണം. മൈത്രേയ ഉവാച ഇതി ബ്രുവാണം നൃപതിം പിതൃദേവദ്വിജാദയഃ തുഷ്ടവുർഹൃഷ്ടമനസഃ സാധുവാദേന സാധവഃ. മൈത്രേയർ പറഞ്ഞു, ഇപ്രകാരം പ്രജകളോട് ധർമ്മോപദേശം ചെയ്ത രാജാവിൻ്റെ അഭിപ്രായത്തെ അനുമോദിക്കുന്നവരും സദാചാര തൽപരന്മാരും പിതൃക്കൾ, ദേവന്മാർ, ബ്രാഹ്മണർ എന്നിവർ അടങ്ങിയിരിക്കുന്നവരുമായ സഭ്യന്മാർ ഏറ്റവും സന്തോഷത്തോടുകൂടെ സാധുവാദം ചെയ്ത് രാജാവിനെ സ്തുതിച്ചു. പുത്രേണ ജയതേ ലോകാനിധി സത്യവതി ശ്രുതിഃ ബ്രഹ്മദണ്ഡഹത പാപോ യദ്വേനോത്രതരത്തമഃ. സൽക്കർമ്മത്തിൽ ശ്രദ്ധയുള്ള പുത്രൻ ജനിച്ചിരുന്നാൽ പിതാവിന് പുണ്യലോകം സിദ്ധിക്കും എന്ന് കാണുന്ന വേദവചനം ഏറ്റവും പരമാർത്ഥമാണെന്ന് അനുഭവപ്പെട്ടു. എന്തുകൊണ്ടെന്നാൽ പ്രാണിവധം മുതലായ പാപകർമ്മങ്ങളിൽ തൽപരനായിരുന്നതുകൊണ്ട് ബ്രാഹ്മണരുടെ ശാപത്താൽ ഹനിക്കപ്പെട്ട വേനൻ നരകത്തെ പ്രവേശിക്കാതെ പുണ്യലോകത്തെ പ്രാപിച്ചിരിക്കുന്നു. അതിന് കാരണം ആ വേന മഹാരാജാവിൻ്റെ ശരീരത്തിൽ നിന്ന് ഇത്ര യോഗ്യനായ പുത്രൻ ജനിച്ചതു തന്നെ. ഹിരണ്യകശിപുശ്ചാപി ഭഗവൻ നിന്ദയാ തമഃ വിവിഷുരത്യഗാസൂനോഃ പ്രഹ്ലാദസ്യാനുഭാവദഃ. ഭഗവത് ഭക്തൻ സ്വകുലത്തെ നരകത്തിൽ നിന്ന് കടത്തുന്നവൻ തന്നെയെന്ന് സുപ്രസിദ്ധമാകുന്നു. ഭഗവാന്റെ നേരെ പ്രവർത്തിച്ച നിന്ദാരൂപമായ മഹാപാപകർമ്മത്താൽ നരകത്തിൽ പ്രവേശിപ്പാൻ ഒരുങ്ങിയിരുന്ന ഹിരണ്യകശിപുവും പുത്രനായ പ്രഹ്ലാദൻ്റെ ഭഗവത് ഭക്തി മാഹാത്മ്യത്താൽ ശ്രീ നരഹരിയുടെ ദർശന സ്പർശനാദികൾക്ക് പാത്രീഭൂതനായിട്ട് മഹാപുണ്യവാന്മാരുടെ ഗതിയെ പ്രാപിച്ചു. വീരവര്യപിതഭൃത്യാഃ സമാസഞ്ജീവശാശ്വതീഃ യസ്യേ ദൃശ്യച്യുതേ ഭക്തിഃ സർവലോകൈകഭർത്തരീ. ഹേ പരാക്രമശാലിയായ ഭൂപതേ, അങ്ങ് ബഹുകാലം സുഖമായി ജീവിച്ചിരിക്കണം. യാതൊരങ്ങയ്ക്ക് സകല ലോകങ്ങളുടെയും ഏകഭർത്താവായ ശ്രീ ഭഗവാനിൽ ഇപ്രകാരമുള്ള ഭക്തി ഭവിച്ചിരിക്കുന്നത് മഹാഭാഗ്യം തന്നെ.
അഹോ വയം ഹൃദ്യ പവിത്രകീർത്തേ ത്വയൈവ നാദേന മുകുന്ദനാദാഃ യ ഉത്തമശ്ലോകതമസ്യ വിഷ്ണോർബ്രഹ്മണ്യദേവസ്യ കഥാം വിനക്തി. ലോകത്തെ പരിശുദ്ധമാക്കുവാൻ മതിയായ കീർത്തിയോടുകൂടിയ ഹേ നാഥ, അങ്ങ് ഞങ്ങളുടെ നാഥനായി ഭവിച്ചതു നിമിത്തം മുക്തിപ്രദനായ ഭഗവാൻ തന്നെ ഞങ്ങൾക്ക് നാഥനായി വന്നിരിക്കുന്നു. ഞങ്ങൾ വിഷ്ണു ഭക്തന്മാരാകാൻ ഇടയായെന്ന് സാരം. കീർത്തനമാത്രത്താൽ ലോകത്തെ സംസാരതാപത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന ബ്രഹ്മവാദി ദേവന്മാരിൽ വെച്ചും ഉത്കൃഷ്ടനായിരിക്കുന്ന ഭഗവാൻ ബ്രാഹ്മണരിൽ ഭക്തനായി ഭവിച്ച ചരിത്രത്തെ ലോകഹിതത്തിനു വേണ്ടി അങ്ങ് ഞങ്ങളെ ധരിപ്പിക്കുകയും ലോകനാഥനായ അങ്ങു തന്നെ ബ്രാഹ്മണ ഭക്തനായിരിക്കുകയും ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ബ്രാഹ്മണ ഭക്തിയും ഭഗവത് ഭക്തിയും ഉണ്ടാവാനിടയായതുകൊണ്ട് ശ്രീ ഭഗവാൻ ഞങ്ങളുടെ നേരെ പ്രസാദിച്ചിരിക്കുന്നു. നാത്യത്ഭുതമിദം നാഥ തവാജീവ്യാനുശാസനം പ്രജാനുരാഗോ മഹതാം പ്രകൃതി കരുണാത്മനാം. ഹേ നാഥ, അങ്ങയുടെ ആശ്രിതന്മാരായ ഞങ്ങളെ സതുപദേശത്താൽ സന്മാർഗ തൽപരന്മാരാക്കുവാൻ ഇപ്രകാരം അത്യന്തം ശാസിച്ചതിൽ ഒട്ടും അത്ഭുതം തോന്നാൻ അവകാശമില്ല. എന്തുകൊണ്ടെന്നാൽ പരന്മാർ നരകത്തിൽ പതിക്കാതെയിരിക്കണം എന്നുള്ള കാരുണ്യം നിറഞ്ഞിരിക്കുന്ന മഹാന്മാരുടെ മനസ്സിൽ പ്രജകളെക്കുറിച്ചുള്ള സ്നേഹാതിശയം അവരുടെ ജന്മസിദ്ധമായ പ്രകൃതിയുടെ ഫലമാകുന്നു. അദ്യനസ്തമസപ്പാരസ്ത്വയോപാസിത പ്രഭോ ഭ്രാമ്യതാം നഷ്ടദൃഷ്ടീനാം കർമ്മഭിർദൈവ സംജ്ഞിതേഹി. ഹേ പ്രഭോ, അങ്ങയുടെ സാമർഥ്യം അതിശയം തന്നെ. അതിനെക്കുറിച്ച് സ്തുതിപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. അങ്ങയുടെ ഉപദേശം നിമിത്തം ഞങ്ങളുടെ അന്ധകാരം നശിച്ചു. പ്രാരബ്ധ കർമ്മഫലങ്ങൾക്ക് അധീനന്മാരായിട്ട് ദേവമാനുഷാദി യോനികളിൽ ജനിച്ചും മരിച്ചും കൊണ്ട് സംസാരത്തിൽ കിടന്നുഴലുന്ന ഞങ്ങളുടെ വിവേകമാകുന്ന കണ്ണിന് വെളിച്ചം നൽകിയ അങ്ങയുടെ കാരുണ്യത്താൽ സംസാര സമുദ്രത്തിൻ്റെ മറുകരയുടെ സമീപത്തിൽ ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നു. സ്വധർമാനുഷ്ഠാനം, ഭഗവത് ഭക്തി, ബ്രാഹ്മണ സേവ എന്നീ മാർഗങ്ങളിൽ കൂടെ സഞ്ചരിച്ചാൽ സംസാര സമുദ്രം കടക്കാമെന്നുപദേശിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ആശ്രയം സിദ്ധിച്ചു. നമോ വിവൃദ്ധസത്വായ പുരുഷായ മഹീയസേ യോ ബ്രഹ്മക്ഷത്രമാവിശ്യ ബിഭർത്തീദം സ്വതേജസ. യാതൊരു ഭഗവാൻ സ്വതേജസ്സോടുകൂടെ ബ്രാഹ്മണരിൽ പ്രവേശിച്ച് വേദങ്ങളിലും സ്തുതികളിലും പ്രതിപാദിച്ചിരിക്കുന്ന ആചാരക്രമത്തെ ലോകത്തിൽ ഉറപ്പിച്ചും ക്ഷത്രിയരിൽ പ്രവേശിച്ചിട്ട് പ്രജകളെ ആപത്തിൽ നിന്നു സംരക്ഷിച്ചും ഈ കാണപ്പെടുന്ന ലോകത്തെ നിലയ്ക്ക് നിർത്തുന്നുവോ, സത്വഗുണത്തിൻ്റെ അഭിവൃദ്ധിയോടുകൂടിയ അത്യന്തം മഹാനായ ആ പുരുഷോത്തമനായിക്കൊണ്ട് നമസ്കാരം. 21-ാമത്തെ അധ്യായം സമാപിച്ചു. 22-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.